എട്ടാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരായി. ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു 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 എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകളുടെ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിൻ്റെ കേസ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന്, ഇന്ത്യയിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമം ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാരിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എത്രയോ ആളുകളെ അക്യൂട്ട് ചെയ്യുന്നു, എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റും?